വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഒരാളുടെ ദേഹത്ത് ജിന്ന് കയറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ കൃത്യമായ ഉത്തരം KJ നൽകിയിട്ടുണ്ട് ആ വിഷയത്തിന്. അതായത് ഒരാളുടെ ദേഹത്ത് ജിന്ന് കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പ്രവാചകന് കഴിയും. അയാളുടെ ജിന്നാണ്, ജിന്ന് തന്നെയാണെന്ന്. അതേസമയത്ത് നമ്മൾ വിചാരിക്കുകയാണ്, അതാണ് KM മൗലവി തന്നെ എഴുതിയതും യുവത അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൽ CP യുബസ്ലു അവതാരിക എഴുതി കൊടുക്കുകയും KM മൗലവി എഴുതിയ പുസ്തകമാണത്, KM ഫത്വകൾ. അതിൽ വളരെ കൃത്യമായി അങ്ങനെ വിചാരിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ, അതായത് ജിന്ന് കയറി സംശയം, നമുക്ക് കുറെ ചികിത്സയൊക്കെ ചെയ്തു നോക്കി, പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു കുറച്ച് ചികിത്സ, അപ്പൊ നമുക്ക് സംശയമാണ്, ചികിത്സ ചെയ്തിട്ടൊന്നും മാറ്റമൊന്നുമില്ല, അപ്പൊ നമുക്ക് സംശയം തോന്നുകയാണ് ഒരുപക്ഷെ ജിന്ന് ബാധവല്ല ആയിരിക്കാം. അങ്ങനെ വിചാരിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ റുഖിയ്യ ശർഇയ്യ നടത്താവുന്നതാണ്. അപ്പൊ എന്താ റുഖിയ്യ ശർഇയ്യ ചോദിച്ചോളൂ, അത് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സനീസരായി നിങ്ങളിപ്പോ കുറെ സമയം ഈ ഏതോ ഒരു യുവത ഇറക്കിയ പുസ്തകം ആണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനിപ്പോ അത് കേൾക്കണേ. കാരണം യുവത ഇറക്കിയ പുസ്തകങ്ങളിൽ KM മൗലവി അങ്ങനെ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ നേരത്തെ മുകളിലൊരു വോയിസിൽ പറഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബിന്റെ എല്ലാ ആശയം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ, ഉമർ മൗലവി പറഞ്ഞു നമുക്ക് വേണ്ടത് സ്വീകരിക്കുന്നു. ഇതേ മാനദണ്ഡം എന്തുകൊണ്ട് നിങ്ങൾ KM മൗലവിയിൽ എടുക്കുന്നില്ല? ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചും ഇബ്നു തൈമിയനെ കുറിച്ചും അതേപോലെ ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും മറ്റുള്ള പണ്ഡിതന്മാരെ കുറിച്ചും പറയുന്ന അതേ മാനദണ്ഡം എന്തുകൊണ്ട് നിങ്ങൾ KM മൗലവിനെ കുറിച്ച് എടുത്തൂടാ? KM മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് എടുക്കണം. നമ്മളതിന് ബാധ്യസ്ഥരാണോ? എന്തിനാ ഞങ്ങൾ അതിലേക്ക് മടങ്ങുന്നത്? എന്താ നമുക്ക് 90 വർഷക്കാലമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം നിലനിർത്തിയ ഒരു പാരമ്പര്യം ഉണ്ടാവില്ലേ? ഇവിടെ മോൾ വഹാബ് ചോദിച്ച പോലെ ജിന്നിനെയും കുട്ടിച്ചാത്തന്മാരെയും അതേപോലത്തെ ഉള്ള ഈ ഗുളികനെയും ചാത്തിനെയും ഇവരൊന്നും പേടിക്കാതെ നിർഭയത്വത്തോടു കൂടി നിങ്ങൾ പറയും എന്താണ് അമ്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുട് മൂർഖൻ പാമ്പിനെ വരെ ഭയപ്പെട്ടിരുന്ന ആളുകൾ ഓരോ ഒടിയൻ പായുന്നതും ചാത്തം പോകുന്നതും അങ്ങോട്ട് പിന്നെ ഈ കാക്ക കരയുന്നതും പൂച്ച നോക്കണതും ഒക്കെ പേടിച്ച് നടന്നിരുന്ന സമുദായത്തിൽ അതൊക്കെ ജിന്നാണ് ഒടിയനാണെന്ന് വിശ്വസിക്കുന്ന സമുദായത്തിലാണ് നമ്മളെ ആളുകൾക്ക് നിർഭയത്വം പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത ഓതി പഠിപ്പിച്ചത്. അള്ളാഹുവെ നീ തടഞ്ഞ് നൽകാൻ, നീ നൽകി തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് പഠിപ്പിച്ചത്. അങ്ങനെയാണ് ആളുകളെ നിർഭയരാക്കിയത്. അതേപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണമെന്ന് ഖദർ പഠിപ്പിച്ചു കൊടുത്താണ് നമ്മൾ ആളുകളെ നിർഭയരാക്കിയത്. നിങ്ങളൊരു ചാത്തിനെയും ഗുളികനെയും കൊടിയനെയും ഭയപ്പെടേണ്ടതില്ല, ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പഠിപ്പിച്ചു കൊടുത്താണ് നമ്മൾ ആളുകളെ നിർഭയത്തിലാക്കിയത്. അല്ലാതെ പേടിക്കണം, ജിന്ന് കൂടും ചൈത്താൻ കൂടി രോഗം ഉണ്ടാക്കും, ജിന്ന് കൂടി രോഗം ഉണ്ടാക്കും എന്ന് പഠിപ്പിച്ചിട്ടല്ല മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിലെ മുസ്ലിം കൈരളിയെ ഇങ്ങനെ നിർഭയത്വത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ വീണ്ടും പിന്നെ ഈമാൻ കിട്ടിയ ശേഷം പിന്നെയും ആളുകളെ ഫസാദിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തിനാണ് വാദിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ വാദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ജിന്നിന്റെ സാന്നിധ്യം അറിയാം? നിങ്ങളെ ഇന്ദ്രിയ ശക്തികൾക്ക് ജിന്നിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് പഠിച്ചോ തന്നിട്ടുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജിന്നിന്റെ സാന്നിധ്യം, പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ജിന്ന് കയറിയിട്ടുണ്ടെന്ന് അറിയാത്തൊരു സംഗതിയെ കുറിച്ച് ഒന്നുകിൽ മൗനം പാലിക്കാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയലേ മനുഷ്യൻ വേണ്ടത്. നമുക്കറിയില്ല ജിന്ന്. എന്നാൽ റസൂല് പറഞ്ഞു രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാചിന് സഞ്ചരിക്കാൻ പറ്റും. ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയത് മണ്ണിൽ നിന്ന് മെറ്റീരിയൽ കൊണ്ടാണ്, ജിന്നിനെയും മലക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഊർജത്തിൽ നിന്നാണ്. അപ്പൊ ഊർജ മെറ്റീരിയലിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. അത് എങ്ങനെ നമുക്കറിയില്ല, നമുക്ക് അതിന്റെ സാന്നിധ്യം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഒരു രോഗവും ഇത് പിശാച് ഉണ്ടാക്കിയതാണ്, ഇത് ജിന്നുണ്ടാക്കിയതെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് അൻസാറിനെ കൊണ്ട് ജിന്നും പിശാചും കയറി മനുഷ്യന്റെ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കും എന്ന് പത്ത് കൊടുക്കണം? രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു നമ്മൾ പത്ത് കൊടുത്തിരുന്നത്. അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ, അള്ളാഹുവാണ് ശിഫയാക്കുന്നവൻ, നിങ്ങളൊരു ജൈത്താനും പേടിക്കേണ്ട, ഒരു പിശാചിനും നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു മുജാഹിദ് പത്ത് കൊടുത്തിരുന്നത്. ഇപ്പൊ എങ്ങനെ തിരിച്ച് പത്ത് കൊടുക്കാൻ പറയുന്നത്? എന്തിനാ നിങ്ങൾ KJ എന്താ KJ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സാധനം? ഇമാം ഷാഫിയെ പോലെ മഹാന്മാരായ ആരെങ്കിലും നമ്മളെ KJയിലുണ്ടോ? ഇമാം അബു ഹനീഫ പോലെ മഹാനായ ഏതെങ്കിലും പണ്ഡിതൻ നമ്മളെ KJയിലുണ്ടോ? ഇമാം മാലിക്കിനെ പോലെ മഹാന്മാരായ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മളെ KJയിലുണ്ടോ? ഇബ്നു തൈമിയെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആരെങ്കിലും നമ്മളെ KJയിലുണ്ടോ? നമ്മളെ KJ എന്ന് പറഞ്ഞാൽ ND സനീറിനെ പോലെ 5 കൊല്ലം അഫ്സലമക്ക് പഠിച്ച ആൾക്കാരല്ലേ? നിങ്ങൾ പറഞ്ഞാണി ഇപ്പോഴുള്ള KJയിലുള്ള അഫ്സലമന്റെ അപ്പുറത്ത് വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരാളെ പറഞ്ഞാണി. നമ്മളെന്താ KJ ഇങ്ങനെ വലുതാക്കണത്? തിരക്കടില്ല, പുറത്തൊക്കെ പോയിട്ട് പോലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മക്കത്തോ മദീനത്തൊക്കെ ഷെയ്ഖന്മാരുടെ അടുത്ത് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ അപൂർവല്ലേ. അവരെന്നെ KJയിലുണ്ട്, എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന KJ ഇന്ത്യ നിങ്ങൾ അൻസാറിന്റെ മാരിക്കത്ത് അഫ്സലമക്കാരല്ലേ? അവരെ നിങ്ങൾ വലിയ സംഭവമായിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ KNM വരാതെ നിങ്ങളെ പോലെ സജീർ സലാഹിനെ പോലെ KNM പുറത്ത് നേടി ഈ പരിപാടിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അങ്ങ് നടത്തിക്കൂടെ?
ഞങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ KNM-ലുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച, നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ മുജാഹിദുകൾ 2 ഗ്രൂപ്പാവും, ജിന്നും പിശാവും ചർച്ച ചെയ്യും, അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട്, അൻസാർ സലാഹിനെ കൊണ്ട് തിരുത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്തൊരു KNM ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ ഈ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ? അതുകൊണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ. അൻസാർ നന്മനെ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ. ജിന്നും പിശാചും ശരീരത്തിൽ കയറിയിട്ടാണ് രോഗം ഉണ്ടാക്കുന്നതില്ല, അതിന് തെളിവാ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്. സനീസലായി, നിങ്ങള് പണ്ട് നമുക്കുണ്ടായിരുന്ന സ്കൂളിൽ ഒരു പാഠം, പഞ്ചുമേനോൻ കല്യാണിക്കുട്ടിനെ കെട്ടാൻ പോയിട്ട്, ഇന്ദുലേഖനെ കെട്ടാൻ പോയിട്ട് കല്യാണിക്കുട്ടിനെ കല്യാണം കഴിച്ച കഥ. അതേപോലെ ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങളിപ്പോ തെളിവെടുക്കാൻ പോയത് ഖുർആനും സുന്നത്തും തെളിവായിട്ട് ജിന്നും പിശാചും കയറിയിട്ടാണ് മനുഷ്യർക്ക് രോഗം ഉണ്ടാവുന്നത് എന്ന വാദത്തിന് തെളിവ് ഉദ്ധരിക്കാൻ പോയിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പുസ്തകത്തില് അങ്ങനെ പിശാചും ജിന്നും മരണപ്പെട്ടവരൊക്കെയാണ് രോഗമുണ്ടാക്കുന്നത് എന്ന വിശ്വാസം കടുത്ത ശിർക്കാണെന്നാണ് ആ പുസ്തകം കിട്ടിയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതല്ല അതിന് മുന്നത്തെ ഒരു പേജിലുണ്ട്. നിങ്ങൾ മുന്നത്തെ പേജിൽ നിങ്ങൾ വേറെ കുറെ വായിച്ചു. പിന്നെ നിങ്ങൾ നേരെ ചാടിയത് CMOന്റെ പുസ്തകത്തിനും യുവതന്റെ പുസ്തകവും. യുവതന്റെ പുസ്തകവും CMOന്റെ പുസ്തകവും സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ KNM-ൽ വരണോ? എന്നാ പിന്നെ നമുക്ക് മർക്കസഭയിൽ തന്നെ നിന്നാ പോരെ? നിങ്ങൾ എന്ത് വാദം ഈ പറയുന്നത്? നിങ്ങൾ KNM-ന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് KNM-നെ കഴിഞ്ഞ 5 വർഷക്കാലം KNM-നെ നന്നാക്കാൻ വേണ്ടി ബുറൈദിയിൽ ഒന്ന് ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി നിങ്ങൾ T20 ടീമിന്റെ ഒരു പരിപാടി നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഇപ്പൊ നിങ്ങൾ രണ്ടാമതും ജിന്നും ചെയ്താനും കൊടുന്നുകൊണ്ട് ഈ നല്ല രൂപത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തെ എരപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലാന്. എന്നിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ എങ്ങനെ വസ്വാസം ഉണ്ടാക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരാൻ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എഴുതാൻ CT ബഷീർ മുൻതിർ എന്ന പേരിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് നിങ്ങളെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ വാട്സപ്പിലൂടെ ചാറ്റിയാണ് നിങ്ങൾക്ക് വലിയ മുതിർ നിങ്ങൾക്ക് പോയിന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചതാണ്, ജിന്നും പിശാചും ദേഹത്ത് കയറിയിട്ടാണ് മനുഷ്യർ രോഗം ഉണ്ടാവുന്ന പുതിയ വാദം 2024 ഡിസംബറിൽ കൊണ്ടുവന്ന വാദം. അങ്ങനെ ആളുകളോട് പറഞ്ഞ് തെറ്റാണ്, ജിന്നും പിശാചും കയറിയിട്ടല്ല രോഗം ഉണ്ടാവുക എന്ന് അൻസാർ നന്മണ്ട പറഞ്ഞ് തെറ്റാണെന്ന് തിരുത്തിപ്പിച്ച വാദം. ആ വാദത്തിന് തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾ പോയിട്ടുള്ളത്. എവിടെയാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ നിങ്ങൾക്കെതിരെ തെളിവ്. അപ്പൊ നിങ്ങൾ അതിന് മുന്നത്തെ പാരഗ്രാഫിലുണ്ട്, മുന്നത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് കഴിയാത്തത്. പിന്നെ എന്തിനാ നേരെ നിങ്ങൾ യുവതന്റെ പുസ്തകങ്ങളിലേക്ക് പോകുന്നത്? യുവതന്റെ പുസ്തകത്തിലുള്ള തെളിവുകളുടെ നിങ്ങൾ മർക്കസ് ദേവിന്ന് KNM-ലേക്ക് വന്ന ഞങ്ങൾ എതിരിടുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ KNM-ലേക്ക് വന്നത്? നിങ്ങളെ പോലെ ഒന്നുകിൽ പുറത്തന്നെ ഇരുന്നൂടെ? T20 ടീമായിട്ട് വേറെ പുറത്തിരുന്നാണ്ട് ഈ പരിപാടിയൊക്കെ അങ്ങ് ചെയ്തൂടെ? ഞങ്ങൾക്ക് എന്താ KNM-ൽ വരാതെ നിങ്ങളെ പോലെ സനീർ പോലെ KNM-ന്റെ പുറത്തു നിന്നാണ്ട് ഈ പരിപാടിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അങ്ങ് നടത്തിക്കൂടെ? ഞങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ KNM-ലുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച, നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ മുജാഹിദുകൾ 2 ഗ്രൂപ്പാവും, ജിന്നും പിശാവും ചർച്ച ചെയ്യും, അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട്, അൻസാർ സലാഹിനെ കൊണ്ട് തിരുത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്തൊരു KNM ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ ഈ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ? അതുകൊണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ. അൻസാർ നന്മനെ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ. ജിന്നും പിശാചും ശരീരത്തിൽ കയറിയിട്ടാണ് രോഗം ഉണ്ടാക്കുന്നതില്ല, അതിന് തെളിവാ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്.